62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കൊല്ലം ഈ ഒരു ആശ്രമ മൈതാനത്തിലേക്ക് വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമില്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരം കുപ്പിയാണ്. കുപ്പി ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. കുപ്പിയുടെ ഈ ഒരു കഴിവാണ് ഈ കാണുന്നത്. എന്താണ് കുപ്പി ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതിപ്പം നമ്മുടെ മാത്രം കഴിവല്ല, ഇത് നമ്മുടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും ജില്ലാ ശുചിത്വ മിഷനും ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു പവിലിയനാണിത്. അപ്പോൾ പവിലിയൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 18 പോയിന്റുകളുണ്ട്, അതായത് 24 വേദികളും ഒരു ഫുഡ് കൗണ്ടറും ഉൾപ്പെടുന്ന 18 പോയിന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് അപ്സൈക്കിൾ ചെയ്യുക. മെയിനായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പിന്നെ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ തന്നെ വെച്ച് നമ്മൾ അപ്സൈക്കിൾ ചെയ്ത് വേറെ രീതിയിലാക്കിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കുക എന്നുള്ള ഒരു തീമിലാണ് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ള സ്പേസ് വേണ്ടേ. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും 100% പ്ലാസ്റ്റിക് രഹിത വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാക്കും ചണവും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്ലോറും റൂഫും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം അതായത് നമ്മുടെ പ്രകൃതിയായിട്ട് അതെ, പണ്ടത്തെ അതെ നമ്മള് റോപ്പ് വരെ കയറ് ചാണം അതൊക്കെയാണ് ജൂട്ടൊക്കെയാണ് വെച്ചത്. പലയിടത്തുനിന്ന് കളക്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു 2 ആഴ്ചയായിട്ട് ഞങ്ങള് ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഈ ശുചിത്വ മിഷൻ ആയാലും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ആയാലും ഇതിന്റെ പുറകെയാണ്. നമുക്ക് ഒരു കാര്യം കേട്ടോ, കുപ്പിയുടെ നമുക്കൊരു കാര്യം, കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ ഇതും ഞങ്ങൾ ഇതിന്റെ പ്ലക്കാർഡ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്ലക്കാർഡുകളുണ്ട്. പ്ലക്കാർഡ്സ് ഒക്കെ ഞങ്ങള് വഴിയിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പെട്ടി വെച്ചിട്ടാണ്. ഇതിന്റെ ഒരു ക്ലീൻ ഡ്രൈവ് ഉണ്ടായിരുന്നു 30-ാം തീയതി ഡിസംബർ 30. അപ്പം അന്ന് പിടിച്ച പ്ലക്കാർഡ്സ് എല്ലാം നമ്മൾ ഈ തടിയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പം എല്ലാം മെയിനായിട്ട് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ലൈക്ക് ഒഴിവാക്കി. ഈ ഈറയും ഒക്കെ ഒരിടത്ത് കെട്ടിക്കിടന്നതാണ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടിയതാണ്. കുറേയൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടി. നമുക്ക് ഇങ്ങനെ അവർ വേണ്ടാന്ന് വെച്ച് കാണുമ്പോൾ തന്നെ അറിയാം പായൽ പിടിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ. ഞങ്ങൾ ഒരു 4 days ആയിട്ട് ഇതിൻ്റെ പിറവെയാണ്. ഇനിയും തീർന്നിട്ടില്ല. ഇന്ന് രാത്രി വേണം. ഇതൊക്കെ കുറച്ച് കളേഴ്സ് ഞങ്ങൾ ക്ലോത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലോത്തൊക്കെ വെച്ചിട്ട് നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ 5 ദിവസം കലോത്സവം കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും. അതെ. ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ എല്ലാ പ്രാവശ്യവും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ 62ാമത് കലോത്സവത്തിലും കൊല്ലത്തിലും സജീവമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ട്. എന്താണ് ഇപ്രാവശ്യത്തെ എന്താ പുതിയതായിട്ട് എന്തെങ്കിലും? സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമാണ് 2024 മാർച്ചോടുകൂടി കേരളം വലിച്ചെറിയൽ മുക്ത നവകേരളം എന്ന ആശയത്തിലേക്ക് പോകും. ആ ഒരു വേളയിലാണ് ഈ പറയുന്ന
62ാമത് സംസ്ഥാന കലോത്സവം വരുന്നു. അത് കൊല്ലം ജില്ലയിലേക്കാണ്. 15 വർഷത്തിന് ശേഷം കൊല്ലത്തിലേക്ക് വരുന്ന ഈ പരിപാടി എന്തുകൊണ്ടും 100% ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള ഒരു മേളയാക്കി മാറ്റുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ കമ്മിറ്റിയുടെ എല്ലാ ആളുകളും വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ കലോത്സവം ഹരിത കലോത്സവമാക്കി മാറ്റണം. ഹരിത കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മറ്റെല്ലാ സ്റ്റാളിൽ നിന്നും വിഭിന്നമായി നമ്മുടെ നാടൻ രീതിയിലുള്ള കുടിലു സങ്കല്പം പോലെയുള്ള മുളയും ഓലയും വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രീൻ പവലിയൻ രൂപീകരിക്കുന്നു. ആ പവലിയനകത്ത് നമ്മൾ സജ്ജീകരിക്കുന്നത് ജൈവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കുകയും ജനങ്ങൾക്ക് ഇതിനകത്ത് ആശയം അല്ലെങ്കിൽ അതിലെ അഭിപ്രായങ്ങളും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ആശയം പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതിയെ സംരക്ഷിക്കൂ, ഈ വലിച്ചെറിയുന്നത് ഒഴിവാക്കൂ, അത്തരം കാര്യങ്ങൾ ഈ മേളയിൽ വളരെ ആദ്യം മുതലേ തന്നെ എടുത്ത കുറെ തീരുമാനങ്ങളിൽ ആണ്. അത് മറ്റുള്ള സ്റ്റാളുകളിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി മറ്റുള്ള സമിതിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അപ്പോൾ ഈ ബോർഡിൽ കണ്ട പോലെ വലിച്ചെറിയൽ ഒഴിവാക്കൂ, പുനരുപയോഗം ശീലമാക്കൂ. ഈ ഒരു കലോത്സവ വേദിയിൽ, അതായത് കൊല്ലത്തെ മെയിൻ സ്റ്റേജിലും അതുപോലെ ഏത് വേദിയിൽ പോയാലും നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ ഈ ഒരു ഹരിതസേന നിർമ്മിച്ചിട്ടുള്ള ഇത്തരം ഈ ഒരു പ്രകൃതിയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളിലെ, അതായത് ഈ ഒരു കുട്ടകളിലൊക്കെ വലിച്ചെറിയാൻ ശ്രമിക്കുക. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുന്ദറിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.